നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വോയിസ് ഓഫ് RBRലേക്ക് ഹാർദവമായ സ്വാഗതം. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും പുതിയതായി വന്നിട്ടുള്ള മികച്ച തൊഴിലവസരങ്ങളുമായി ഇന്ന് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ നിരവധി ഒഴിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ്, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ ഇതിലുണ്ട്. ഓരോ ജോലിയുടെയും യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷ സമർപ്പിക്കേണ്ട രീതി, അവസാന തീയതി എന്നിവ വിശദമായി ഈ വീഡിയോയിൽ പരിശോധിക്കാവുന്നതാണ്. അതിനാൽ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ സർക്കാർ ജോലികൾ, സ്വകാര്യ ജോലി അവസരങ്ങൾ, ബാങ്ക് ജോലികൾ, PSC അപ്ഡേറ്റുകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യുക. ഇനി ഇന്നത്തെ ജോലി വാർത്തകളിലേക്ക് കടക്കാം. 1. സൗജന്യ തൊഴിൽമേള. ആസാപ് കേരളയുടെ കുന്നത്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കും. 10ാം തരം മുതൽ മുകളിലേക്ക് യോഗ്യതയുള്ളവർക്കായി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 100-ലധികം അവസരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. ആസാപ് കേരളയുടെ കുന്നത്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂൺ 27-ന് സൗജന്യ തൊഴിൽമേള. 2. കാത്ത് ലാബ് ടെക്നീഷ്യന്റെ ഒഴിവ്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന കാത്ത് ലാബിൽ ദിവസവേതന നിരക്കിൽ കാത്ത് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. ജൂൺ 30-ന് ഉച്ചകഴിഞ്ഞ് 2 മുതൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. യോഗ്യത DCVT, DCVTയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് ഫാർമസിസ്റ്റ് താൽക്കാലിക നിയമനം. രാജക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോ ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതന വ്യവസ്ഥയിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ ജൂൺ 29-ന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അടുത്തത് സൗജന്യ തൊഴിൽമേള. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കുന്നത്താനത്ത് കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കുന്ന ആസാപ് കേരളയുടെ കുന്നത്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂൺ 27-ന് സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. 10ാം തരം മുതൽ മുകളിലേക്ക് യോഗ്യതയുള്ളവർക്കായി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 100-ലധികം അവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അടുത്തത് ആശാ വർക്കർ താൽക്കാലിക നിയമനം. ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലേക്ക് ആശാ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വാക്കന്റ് ഇന്റർവ്യൂ നടത്തുന്നു. ജൂൺ 6 രാവിലെ 10:30-ന് ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ഇന്റർവ്യൂ. 10ാം ക്ലാസ് ആണ് യോഗ്യത. പ്രായപരിധി 25 മുതൽ 45 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. ഇമെയിൽ ഐഡിയും സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് സീപ്പർ ഒഴിവ്. ഗവൺമെന്റ് ലോ കോളേജിൽ സീപ്പർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള തിരുവനന്തപുരം നഗരപരിധിയിൽ താമസിക്കുന്ന വനിതകൾക്ക് അപേക്ഷിക്കാം. ജോലി സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 3:30 വരെ. താല്പര്യമുള്ളവർ ജൂൺ 27 രാവിലെ 10:30-ന് കോളേജ് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് വിജ്ഞാനവാടി കോർഡിനേറ്റർ നിയമനം. തൃശ്ശൂരിൽ വാക്കന്റ് ഇന്റർവ്യൂ. തൃശ്ശൂർ ജില്ലാ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിജ്ഞാനവാടികളിലേക്ക് കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിനായി വാക്കന്റ് ഇന്റർവ്യൂ നടത്തുന്നു. പുഴയ്ക്കൽ ബ്ലോക്കിലെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കുളന്നൂർ നഗർ വിജ്ഞാനവാടി, തളിക്കുളം ബ്ലോക്കിലെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കളാങ്കോളനി വിജ്ഞാനവാടി എന്നിവിടങ്ങളിലേക്കാണ് നിയമനം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിരുദവും കമ്പ്യൂട്ടർ പരിചയവുമുള്ള 21-നും 45 വയസ്സ് പ്രായപരിധിയിലുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 8,000 രൂപ ഹോണറ്റേറിയം ലഭിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കൂ.
താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും അതത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ജൂൺ 27 രാവിലെ 11 മുതൽ 12 വരെ തൃശൂർ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെട്ട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലോ ബന്ധപ്പെടാം. അടുത്തത് സൗജന്യ തൊഴിൽമേള. കുളക്കട കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ആസാപ് കേരള ജൂൺ 27 രാവിലെ 10 മണിക്ക് സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കും. ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, സർവീസ് അഡ്വൈസർ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, EV ടെക്നീഷ്യൻ, സെയിൽസ് എക്സിക്യൂട്ടീവ് ടെക്നീഷ്യൻ തുടങ്ങിയ വിവിധ ഒഴിവുകളിലേക്കാണ് നിയമനം. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് ഡ്രൈവർ കം അറ്റൻഡർ നിയമനം. മൃഗസംരക്ഷണ വകുപ്പിലെ ജില്ലയിലെ വിവിധ പദ്ധതികളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് നിയമനം നടത്തുന്നു. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും തിരിച്ചറിയൽ രേഖ സഹിതം ജൂൺ 29 രാവിലെ 11 തേവള്ളി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടത്തുന്ന വേക്കൻറ്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് ലബോറട്ടറി ടെക്നീഷ്യൻ നിയമനം. വയലാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ലാബിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ലബോറട്ടറി ടെക്നീഷ്യനെ നിയമിക്കുന്നു. DMLT, BSc MLT, പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനാണ് യോഗ്യത. അഭിമുഖം ജൂൺ 27 രാവിലെ 11 മണിക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. അടുത്തത് തൊഴിൽമേള. ആസാപ് കേരളയുടെ ചെറിയ കലവൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂൺ 27 തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. വിവിധ കമ്പനികൾ പങ്കെടുക്കും. യോഗ്യത 10ാം ക്ലാസ്, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, PG. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 9:30 ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ചെറിയ കലവൂർ ASAP കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് സിപ്പർ അഭിമുഖം. തിരുവനന്തപുരം സർക്കാർ നിയമ കാലാലയത്തിൽ സീപ്പർ തസ്തികയിലേക്ക് ഒരൊഴിവ് നിലവിലുണ്ട്. പ്രസ്തുത തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനത്തിനായി ജൂലൈ 27 രാവിലെ 10:30 കലാലയ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നു. കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള തിരുവനന്തപുരം നഗരപരിധിയിൽ താമസിക്കുന്ന വനിതകൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ജോലി സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 3:30 വരെ. മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന. അടുത്തത് ആശാ വർക്കർ നിയമനം. മാനന്തവാടി നഗരസഭ 29ാം ഡിവിഷനിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ആശാ വർക്കറെ നിയമിക്കുന്നു. 10ാം ക്ലാസ് യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. അപേക്ഷകർ ക്ലബ്ബ് കുന്നു ഡിവിഷനിലെ താമസക്കാരായിരിക്കണം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുമായി ജൂൺ 29 രാവിലെ 11 കുറുക്കൻമുല PHSCയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് വയോമിത്രം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ ഒഴിവ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന് കീഴിലുള്ള തൃശൂർ വടക്കാഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിച്ചു. ഈ പദ്ധതികളിലുമായി 2 ഒഴിവുകളാണ് ഉള്ളത്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിങ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ഉൾപ്പെടുത്തിയ അപേക്ഷകൾ ജൂലൈ 1 വൈകിട്ട് 5-നകം ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. ബന്ധപ്പെട്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് ഇൻസ്ട്രക്ടർ ഒഴിവ്. പാലാ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനത്തിന് ജൂൺ 30 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തും. യോഗ്യത BCom റെഗുലർ, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ബയോഡാറ്റ, അസൽ സർട്ടിഫിക്കറ്റുകളെ പകർപ്പുകൾ എന്നിവ സഹിതം രാവിലെ 10:30 നേരിട്ടെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് സ്റ്റാഫ് നേഴ്സ് നിയമനം. കാലടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ HMC മുഖേന താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ
സ്റ്റാഫ് നേഴ്സ് നിയമനത്തിലുള്ള അഭിമുഖം ജൂൺ 29 രാവിലെ 10:30 കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. സയൻസ് സ്ട്രീമിൽ +2, പ്രീ ഡിഗ്രി, VHSC, ഡൊമസ്റ്റിക് നഴ്സിംഗിൽ VHSC തത്തുല്യം BSc നഴ്സിംഗ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സും സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും കേരള നേഴ്സ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. യോഗ്യതയുള്ളവർ സർട്ടിഫിക്കറ്റും അസലും പകർപ്പും സഹിതം അഭിമുഖത്തിനെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു.